ഗുഡ് മോർണിംഗ് ഫോക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റോബിൻ. ആൻഡ് യെസ്, രാവിലെ നമ്മൾ ഒരു ചെറിയ ട്രിപ്പിന് ഇറങ്ങിയേക്കുവാണ്. ഇത് എക്സാക്ട്ലി ഒരു വൺ ഡേ ട്രിപ്പല്ല, നമ്മളൊരു 2 ദിവസത്തേക്കായിരിക്കും പോകുന്നത്. ആൻഡ് പോകുന്ന സ്ഥലം ഇറ്റ്സ് എ സ്പെഷ്യൽ പ്ലേസ്. അതായത് ഇത് എക്സാക്ട്ലി ബാംഗ്ലൂർ അല്ല, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുറച്ച് മാറിയാണ്. ഒരു എക്സാക്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ ഒരു 320 കിലോമീറ്റർ ഉണ്ട്. കലാസ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ചിക്മംഗ്ലൂരിൻ്റെ ഒക്കെ അടുത്താണ്. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ചിക്മംഗ്ലൂർ നമ്മുടെ ഒരു വൺ ഓഫ് ദ വീക്കെൻഡ് ഗെറ്റവേ സ്പോട്സ് ആണ്. ഞാൻ പണ്ടൊരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ റീസെൻ്റ്ലി പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വീക്കെൻഡാണ്, ഒന്ന് എന്താ പറയുക, സിറ്റി ലൈഫിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. സോ രാവിലെ അങ്ങനെ പോവാണ്. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് മോർണിംഗ് 5 o'clock ആണ്. എന്നാലും വണ്ടികൾക്ക് കുറവൊന്നുമില്ല. പതുക്കെ സൂര്യൻ വരുന്നുണ്ട്. തണുപ്പിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6-6:30 പക്ഷേ തണുപ്പിനൊന്നും ഒരു കുറവില്ല, നല്ല തണുപ്പുണ്ട്. And we are back on the road. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 7 o'clock. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഹസൻ എന്നാണ്. അതായത് ചിക്മംഗ്ലൂർ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കലാസ പോകുമ്പം ഉള്ളൊരു മേജർ പോയിൻ്റാണ് ഹസൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നമ്മൾ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. ആൻഡ് നമ്മുടെ മുമ്പിൽ പോകുന്നത് ഒരു ടാങ്ക്, അതൊരു BMW ആണ്. ആൻഡ് there it goes. I mean, എന്തോ പറയാനാ. I think it's 1250. I think so, or 1300 I believe so. പക്ഷേ കൊള്ളാം. അന്നും ഇന്നും BMW ബൈക്സ് മനുഷ്യന് വിഷന്നിട്ട് കാണുന്നില്ല. ഇതിപ്പം നമ്മൾ പോയ വഴിയല്ല, യൂട്ടേൺ എടുത്ത് തിരിച്ചു വരുവാണ്. എംപയർ നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ടാണ് എംപയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റാണ് എംപയർ. രാവിലെ ദോശ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നമ്മളൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇല്ല. അങ്ങനെ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആൻഡ് മാൻ, ഐ ഫീൽ വേ ബെറ്റർ. ഐ മീൻ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇറ്റ് വാസ് ലൈക്ക് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം ഐ ഫീൽ വേ ബെറ്റർ. ആൻഡ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഹസൻ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ ഹസനിൽ കൂടാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും ബിൽഡിങ്സ് ആൻഡ് ഫാക്ടറീസ് ആൻഡ് ബേസിക്കലി അങ്ങനത്തെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പം ഒത്തിരി ഹാപ്പനിങ്സ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ കുറച്ച് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് ഹാപ്പനിങ്സ് അല്ല, കുറച്ചുകൂടെ ഇൻഡസ്ട്രി ബേസ്ഡ് അല്ലെങ്കിൽ കമ്പനി ബേസ്ഡ് ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലും. ആൻഡ് നമുക്ക് ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് ടോട്ടൽ റൈഡ് ടൈം എന്ന് പറയുന്നത് 6 to 7 hours ആണ്. ബാംഗ്ലൂരിൽ നിന്ന് 6 hours മതി കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു ആവറേജ് പേസിൽ. പക്ഷേ നമ്മൾ നിർത്തി പോകുന്നുണ്ട് 7 hours. അങ്ങനെ ഗൈസ്, നമ്മൾ ചിക്മംഗ്ലൂർ സ്റ്റാർട്ടിംഗ് പോയിന്റിലായി. ഐ മീൻ അങ്ങനെ പറയാൻ കാരണം ചുറ്റുന്നത് നോക്കൂ, ലൈക്ക് ഫുള്ള് പച്ചപ്പ്, കാട്, മല, ആ ഒരു വൈബായിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ റൈഡ് ചെയ്തത് ബേസിക്കലി ഹൈവേസ്, സിറ്റി ഏരിയാസ്, ടൗൺസ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കലാസയെ പറ്റി പറയുവാണെങ്കിൽ ഇത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് കലാസ എന്ന് പറയുന്നത്. ആൻഡ് കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ആൻഡ് ഇത് ബേസിക്കലി കോഫിയുടെ പാരഡൈസാണ്. ആൻഡ് ഇറ്റ്സ് ബെറ്റ് ആൻഡ് വേർഡ് മെയിൻ ലാൻഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഇവിടെ. ആൻഡ് രാത്രിയിൽ ഈ കാണുന്ന കാഴ്ചയൊന്നും ആയിരിക്കത്തില്ല, ഫുള്ള് ഇരുട്ടായിരിക്കും. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടാവുമോ എനിക്ക് ഡൗട്ടാണ്, കാരണം ഞാൻ ആ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നാലും man, these views look good man, especially ഒരു city background നിന്ന് വരുമ്പോൾ this is like heaven. And as you guys might know, Karnataka official language, not exactly official, but their mother tongue is Kannada. അപ്പം
അതുമാത്രമല്ല സത്യം പറഞ്ഞാൽ കലാസല സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, അവിടെ തുളു എന്ന് പറയുന്നൊരു ഭാഷയെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട്. അതായത് നോർത്തേൺ പാർട്ടിലോട്ട് പോകണം, കാസർഗോഡ് ആ ഏരിയയിൽ കൂർഗിനടുത്തൊക്കെ ദേ ഡു സ്പീക്ക് തുളു. അപ്പം അത് തന്നെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജസ് ഓവർ ഹിയർ, വിച്ച് ഐ ഫൗണ്ട് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ഓവർ ഹിയർ. കലാസ എക്സ്പ്ലോർ ചെയ്യാൻ ഇന്ന് ഈവനിങ് ഇറങ്ങും എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടത്തില്ല. ബേസിക്കലി അത് നല്ല ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഒരു ടൗണിൽ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ടൗൺ വരെ പോകണമെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തൊരു ടൗൺ ഉണ്ട്, പക്ഷേ അവിടെ അത്ര ഹാപ്പനിങ് ഇല്ല. അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ അവിടെ. അതും ഓർക്കണം, കാട്ടിക്കൂടാണ് നമ്മൾ ഓടിച്ച് പോകുന്നത്, അത് കാരണം റിസ്ക്കാണ്. സോ നമ്മളൊരു 6 o'clock 7 o'clock വരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരത്തെ തന്നെ സ്റ്റേ പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് രാവിലെ നമുക്ക് സൺറൈസും അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ആൻഡ് ഇപ്പോൾ ഇവിടെ വെയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ വെയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അത്രയ്ക്ക് ചൂടില്ല കേട്ടോ. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വെയിലടിക്കുമ്പം യു ഡോണ്ട് ഫീൽ ദാറ്റ് ഹീറ്റ്. ഇവിടെ അത്യാവശ്യം ചിൽ വെതറാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ മെയിനായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എയറാണ്. ഇവിടെയുള്ള ഫ്രഷ് വെൻ യു സ്മെൽ ഇറ്റ് യു ഫീൽ ഇറ്റ്. അത് വളരെ നന്നായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ചെയ്യും. ആൻഡ് കലാസ അങ്ങനെ ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ കോഫി പാരഡൈസ്. ഇതാണ്ട് ഇവിടെ കുറച്ച് കോഫി പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സൈഡാക്കിയതാണ്. നമ്മളിപ്പം പോവാണ്. ആണ്ട് ഇതാണ് സംഭവം. ഇത് ഈ കാണുന്നതാണ് കോഫിയുടെ പൂവെന്ന് പറയുന്നത്. ഇത് അതിൻ്റെ പ്ലാന്റ് ആണ്. പല ടൈപ്പ് കോഫി ഉണ്ട്. കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഫ്രഷ് കോഫി ഉണ്ട്, നല്ല റെഡ് കളറ്. കൊള്ളാം. ഞാനങ്ങനെ കോഫിയുടെ ഇടയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ല. ആദ്യമായിട്ട് കോഫിയുടെ ഇടയ്ക്ക് തേയില വി യൂസ് ടു ഇറ്റ്, പക്ഷേ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ആൻഡ് യെസ്, വി ആർ ഗോയിങ്. ഇവിടെ നിന്ന് ഹാർഡ്ലി ഒരു 1/2 hour 45 minutes ഡ്രൈവ് മാത്രമേ ഉള്ളൂ. റൈറ്റ്, ലെറ്റ്സ് ഗോ. ആൻഡ് ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്. ഞാൻ ആദ്യത്തെ എനർജിയൊക്കെ പതുക്കെ ഡൗൺ ആയി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് വണ്ടി ഓടിച്ചപ്പോൾ കറക്റ്റ് ആ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂമിൽ പോയിട്ട് ഒരു പവർ നാപ്പ് എടുക്കണം. ആൻഡ് റൂം അത്യാവശ്യം നല്ല റൂമാണെന്ന് തോന്നുന്നു. ഞാൻ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തതാണ്. ആൻഡ് അവിടെ പോയിട്ട് ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം. ആൻഡ് ദ റൂം കോസ്റ്റഡ് മീ അറൗണ്ട് 3.5 per day. സോ അപ്പം അങ്ങനെ ആയിരിക്കും പെർ ഡേ പെർ റൂം 3,500. സോ എനിക്ക് അറിയില്ല അത് റീസണബിൾ പ്രൈസ് ആണെന്ന്, കാരണം ഞാൻ ഇതിന് മുമ്പ് കലാസയിൽ വന്നിട്ടില്ല. എന്തായാലും പോയിട്ട് റൂമൊക്കെ നോക്കാം. ഈ സൈഡിലത്തെ മരമൊക്കെ ഉണ്ട്. ഇതൊരുമാതിരി ആവത്താഴിലെ മൂവിയിലൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ തൊട്ട് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ചിലപ്പം എന്താ പറയുക, സ്ഥിരമായിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ കാഴ്ച അല്ലായിരിക്കും. പക്ഷേ ഫോർ മീ കാരണം ബാംഗ്ലൂർ ഔട്ട്സ്കേർട്സൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്ര ഹെവി എന്താ പറയുക ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു വൈബ് നമുക്ക് കിട്ടത്തില്ല. കുറേ നാൾക്ക് ശേഷം അത് കിട്ടിയപ്പം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ ആ റൂട്ടൊക്കെ പിടിക്കണം. അതെന്ന് പറയുമ്പം ഇവിടുന്ന് ഓൾമോസ്റ്റ് 500-600 കിലോമീറ്റർ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഹാഫ് എ ഡേയ്സ് റൈഡ്. ഹാഫ് എ ഡേ അല്ല, അത് ഫുൾ ഡേ ആവും നമ്മൾ നിർത്തി പതുക്കെ ചായയെല്ലാം കുടിച്ച് പോകുമ്പോൾ. ആൻഡ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. ആൻഡ് റോഡ് കുറച്ച് ബെറ്റർ ആക്കാനുണ്ട്. കേർവ്സ് ആർ ഗുഡ് ഓവർ ഹിയർ. പക്ഷേ ആ കേർവ്സ് നമുക്ക് എടുക്കാനൊരു ഈ ഒരു കേർവ് തന്നെ നമുക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷേ റിസ്ക്കാണ്. കാരണം റോഡ് അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ സൈഡിൽ കുറച്ച് ചരലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നന്നായിട്ട് ആനിമൽ ക്രോസിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒത്തിരി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വരുന്ന വഴി തന്നെ മാനിനെ കണ്ടായിരുന്നു, പക്ഷെ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ദ കേർവ്സ് ആർ ഗുഡ് ഓവർ ഹിയർ ടു ബി ഓണസ്റ്റ്. നല്ല സെക്ഷൻസ് ഉണ്ട്, അത് വരുമ്പം കുഴപ്പമില്ല. പക്ഷേ എന്നാലും പാച്ച് വർക്കും ഗ്രാവലും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ പരിചയമുള്ള റോഡും കൂടില്ല, അത് കാരണം നോ റിസ്ക്. നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർഫോള്, ഒരു നല്ല ട്രെക്ക് ഉണ്ടെന്ന് കേട്ടു, അത് കാണാൻ പോകണമെന്നുണ്ട് നാളെ. ആൻഡ് എ ബ്യൂട്ടിഫുൾ സൺറൈസ് ഓഫ് കോഴ്സ്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പ്ലാൻസ്. ആൻഡ് ഇന്ന സ്ഥലത്ത് കയറണമെന്നൊന്നുമില്ല. വി നീഡ് ടു ചെക്ക് the bucket list. You have to check each item of the bucket list. So ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. അത്ര വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമല്ല, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് പ്രൊവൈഡ്സ്. സോ ആ ഒരു പ്രതീക്ഷയിൽ പോവാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി വി ഡു ഗെറ്റ് ടു സീ ബ്യൂട്ടിഫുൾ വ്യൂസ്. ആൻഡ്
ഇതിപ്പം സമയം ഓൾമോസ്റ്റ് 2 o'clock ആവാറായി. ആൻഡ് വി ആർ ഓൾമോസ്റ്റ് അറ്റ് അവർ പ്ലേസ്. ആൻഡ് ഒന്ന് ചെല്ലുക, ഒന്ന് പവർ നാപ്പ് എടുക്കുക, ആ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമേ ഇപ്പം മൈൻഡിലുള്ളൂ. ആൻഡ് സോ ഇറ്റ് ഈസ് എക്സൈറ്റിങ്. ആൻഡ് ഓൾസോ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ബേസിക്കലി പറയുമ്പോൾ റൈഡേഴ്സ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് മാത്രമേ ഇവിടെ 2-വീലറിൽ ഹെൽമെറ്റ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. We have a beautiful view over here. ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ട് വ്യൂ. ആൻഡ് this is our stay, and man, this is a beautiful stay. It's clean, it's pretty cozy, and we have a life-size mirror. Okay. And yeah, this is a cute little hangout space. So guys, വേറെ അത്യാവശ്യമൊന്നുമില്ല. And I will be keeping a track of the other trips that we do. Until then, see you.